ഹെയർ ഫോള് അങ്ങനെ കാര്യമാക്കാത്ത ഒരാളായിരുന്നു. ബട്ട് പോകെ പോകെ ഭയങ്കര സീനാവാൻ തുടങ്ങി. എവിടെ നോക്കിയാലും ഹെയർസ്, ചീർപ്പില്, തലയണയില്, കുളിക്കുമ്പം ഇതൊക്കെ എൻ്റെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓൺലൈനിൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എവിടെ നോക്കിയാലും DHI. അങ്ങനെ ഞാൻ നമ്മുടെ കാലിക്കറ്റുള്ള DHI വിസിറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അവിടെ എത്തിയപ്പം ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് മാത്രമല്ല സ്റ്റാഫ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഞാൻ ഡോക്ടർ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വരാനായിട്ട് വേറെ റീസണും കൂടി ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്നായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അവന്റെ റിസൾട്ട് ഞാൻ നേരിട്ട് കണ്ടതാ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് DHI വേൾഡിലെ ലാർജസ്റ്റ് ഹെയർ റെസ്റ്റോറേഷൻ മെഡിക്കൽ ഗ്രൂപ്പാണ്. ഗ്രീസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് മാത്രമല്ല 50ലധികം വർഷങ്ങളായിട്ട് ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് റിസർച്ച് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊന്നും കൂടാതെ ഇവിടുന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൻറ്റയർ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. അതേപോലെ UK കെയർ ക്വാളിറ്റി കമ്മീഷൻ ആൻഡ് ISO സ്റ്റാൻഡേർഡ്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് മെഡിക്കൽ പ്രോട്ടോകോൾസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അത് കൂടാതെ മാക്സിമം ഗ്രാഫ് സർവൈവൽ ആയതുകൊണ്ടാണ് എല്ലാവർക്കും 100% നാച്ചുറൽ റിസൾട്ട് കിട്ടുന്നത്. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തത് DHIൻ്റെ ഒഫീഷ്യൽ ക്ലിനിക്കിൽ നിന്നാണ്. DHI എന്ന് പറഞ്ഞ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ക്ലിനിക്സ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും പെടാതെ ഓതറൈസ്ഡ് ക്ലിനിക്കിൽ തന്നെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ബി സ്മാർട്ട് ആൻഡ് ചൂസ് DHI.